രണ്ടടി പിന്നോട്ട് മാറിയ ഇറാനെ കണ്ട് പരിഹസിച്ച് ചിരിച്ച അമേരിക്കയും ഇസ്രായേലും തങ്ങൾ ഒരുക്കിയ കെണിയിൽ ഇറാൻ വീണുവെന്ന് ഉറച്ചു വിശ്വസിച്ചു. യുദ്ധം ജയിച്ചുവെന്ന അഹങ്കാരത്തിൽ അവർ ആയുധങ്ങൾ തൊടുത്തുവിടുമ്പോൾ കാട്ടിലെ നിയമം പോലെ പതുങ്ങിയത് കുതിക്കാനാണെന്ന് അവർ തിരിച്ചറിഞ്ഞതുപോലുമില്ല. ലോകം മുഴുവൻ തങ്ങൾക്കെതിരെ നിന്നാലും ഏകനായി പോരിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ സൈന്യത്തിന്റെ കരുത്തിനു മുന്നിൽ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും വൻ ശക്തിയായ അമേരിക്കയുടെ ആയുധപ്പുരകൾ കാലിയായി തുടങ്ങിയിരിക്കുന്നു. കോടികൾ ചിലവഴിച്ച് അമേരിക്ക നിർമ്മിച്ച മിസൈലുകളെ വെറും 5-10 ലക്ഷം രൂപ മാത്രം ചിലവഴിച്ചുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഇറാൻ നിഷ്പ്രഭമാക്കുന്നത്. പശ്ചിമേഷ്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ വിവിധ രാജ്യങ്ങളിലായി അമേരിക്ക സ്ഥാപിച്ച അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാന്റെ മിസൈൽ പ്രഹരമേറ്റ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ തുനിഞ്ഞ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഈ യുദ്ധം സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളും തീർത്താൽ തീരാത്ത സാമ്പത്തിക ബാധ്യതയും തന്നെയാണ്. അഹങ്കാരത്തോടെ തുടങ്ങിയ അധിനിവേശ മോഹങ്ങൾക്ക് ഇറാൻ നൽകുന്ന ഈ കനത്ത തിരിച്ചടി ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ തോൽവി ഉറച്ചിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് തന്നെ വിലയിരുത്താം. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതെന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്ന പാട്രിയോട്ട്, താഡ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ കരുത്തുറ്റ സൈനിക നീക്കങ്ങൾക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരു രാജ്യത്തിനും ഇതിന്റെ 7 അയൽപ്പക്കത്ത് പോലും എത്താൻ കഴിയില്ലെന്ന വലിയ പ്രഖ്യാപനങ്ങളോടെ അമേരിക്ക ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഈ അത്യാധുനിക കവചങ്ങളാണ് ഇപ്പോൾ വെറും ചാരമായി മാറിയിരിക്കുന്നത്. ഇറാന്റെ അത്യാധുനിക മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ കഴിയാതെ അമേരിക്കൻ സാങ്കേതിക വിദ്യ പരാജയപ്പെടുന്നത് ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. ജോർദാനിൽ വിന്യസിച്ചിരുന്ന താഡ് പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നും മറ്റു രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഇവ ഭാഗികമായി നശിച്ചു എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിട്ടുണ്ട്. തങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധ കവചങ്ങൾ ഇത്രമേൽ പരിതാപകരമായ അവസ്ഥയിൽ തകരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകൾ തന്നെയായിരിക്കും സമ്മാനിക്കുക. ആയുധ കച്ചവടത്തിൽ ലോകം മുഴുവൻ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു വൻ ശക്തിയുടെ അഹങ്കാരമാണ് ഇറാന്റെ കൃത്യമായ പ്ലാനിങ്ങിനും കരുത്തിനും മുന്നിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പാട്രിയോട്ട് സംവിധാനങ്ങളുടെ പരാജയം അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിലും വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. സ്വന്തം ആയുധങ്ങളുടെ പരിമിതികൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടതോടെ ആഗോളതലത്തിൽ അമേരിക്ക നേരിടുന്ന തിരിച്ചടി വളരെ വലുതാണ്. ഇറാന്റെ പ്രതിരോധ മികവ് ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ ആയുധ നിർമ്മാണ മേഖലയിലെ അമേരിക്കൻ കുത്തക തകരുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ ഈ തകർച്ച വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യവും ഉറപ്പാണ്. അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന സൈനിക മുന്നേറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിതെളിക്കും. കാലങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ പടർത്തിയും ആയുധ കച്ചവടത്തിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയും ശീലിച്ച അമേരിക്കയ്ക്ക് തങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത ഒരു യുദ്ധമുഖത്ത് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് ചരിത്രപരമായ വൈരുദ്ധ്യം തന്നെ. ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ഒരുക്കിയ യുദ്ധതന്ത്രങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും അതിനെ എല്ലാം മറികടക്കാനും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും ഇറാന് കൃത്യമായി സാധിച്ചു എന്നത് ആ രാജ്യത്തിന്റെ സൈനികവും തന്ത്രപരവുമായ കരുത്തിന്റെ തെളിവ് തന്നെയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ച ശക്തികൾക്ക് നേരെ അപ്രതീക്ഷിതവും വിനാശകരവുമായ പ്രഹരങ്ങളാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ആയുധങ്ങൾ വിറ്റഴിക്കുന്ന അമേരിക്ക ഇന്ന് തങ്ങളുടെ ആയുധശേഖരം തീരുന്നതിനെ കുറിച്ചുള്ള കടുത്ത ആശങ്കയിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ശ്രമിച്ചവർ ആ രാജ്യത്തിന്റെ അസാമാന്യമായ പ്രത്യാക്രമണ ശേഷി കണ്ട് അമ്പരന്ന് നിൽക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച ഈ വിസ്മയിപ്പിക്കുന്ന മുന്നേറ്റം വെറുമൊരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് വൻ ശക്തികളുടെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. അമേരിക്കൻ അധിനിവേശ മോഹങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ കാഴ്ചവെക്കുന്ന ഈ പോരാട്ടം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയൊരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആയുധങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാനുള്ളത്.
കാരണം അവരുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ തന്നെ ആദ്യ വാരത്തിൽ തന്നെ പുറത്തെടുത്തായിരുന്നു ഇറാനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാൻ പതുങ്ങിയിരുന്ന് ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു മടങ്ങി വരവാണ് നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ആയുധങ്ങളൊന്നും തന്നെ അമേരിക്കയുടെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ആയുധ നിർമ്മാണം 4 ഇരട്ടി വർദ്ധിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളുടെ മേധാവികളുടെ അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ ആഗോള സാഹചര്യങ്ങളും യുദ്ധമുഖങ്ങളിലെ തിരിച്ചടികളും കണക്കിലെടുത്ത് ആയുധ ഉൽപാദനം 4 ഇരട്ടി വർദ്ധിപ്പിക്കാനാണ് ഈ യോഗത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിരോധ മേഖലയിൽ അമേരിക്ക പുലർത്തിയിരുന്ന ആധിപത്യം വീണ്ടെടുക്കാനും ആധുനിക യുദ്ധോപകരണങ്ങളുടെ കുറവ് പരിഹരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. ഇറാന്റെ മാരകമായ തിരിച്ചടിയിൽ ഇനി എന്ത് എന്ന ചോദ്യം അമേരിക്കയ്ക്ക് മുന്നിൽ തെളിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആയുധ നിർമ്മാണശാലകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും ഇളവുകളും നൽകിക്കൊണ്ട് ഉൽപാദനക്ഷമത പരമാവധി ഉയർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാനെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്ന കനത്ത പ്രതിരോധവും ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള അവരുടെ മുന്നേറ്റവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഘടകങ്ങൾ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ആയുധ നിർമ്മാണത്തിൽ വരുത്തുന്ന ഈ വലിയ മാറ്റം ആഗോള സൈനിക ബലാബലത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. സൈനിക വ്യവസായ സമുച്ചയത്തെ പുനരുജ്ജീവിപ്പിക്കുക വഴി സാമ്പത്തിക നേട്ടവും ഒപ്പം തകർന്നു പോയ അമേരിക്കൻ പ്രതിച്ഛായ വീണ്ടെടുക്കലും തന്നെയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. യുഎസിന്റെയും ഇറാന്റെയും സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കാറുണ്ട്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ച വാർത്തകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. അമേരിക്കൻ നിർമ്മിത താഡ് പോലുള്ള സംവിധാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ പ്രതിരോധ കവചങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ തകർക്കപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിന്റെ സൂചന തന്നെ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടം ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇത്തരം മിസൈലുകൾക്ക് നിലവിലുള്ള പല പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ സാധിക്കുമെന്നത് സൈനിക വിദഗ്ധർക്കിടയിൽ തർക്ക വിഷയവുമാണ്. ജോർദാൻ പോലെയുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതിലൂടെ തങ്ങളുടെ പ്രഹരശേഷി തെളിയിക്കാൻ തന്നെയാണ് ഇറാൻ ശ്രമിക്കുന്നതും. അതേസമയം US സൈനിക കേന്ദ്രങ്ങൾ ഇത്തരം വാർത്തകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ്. ആധുനിക യുദ്ധമുറകളിൽ സൈക്കോളജിക്കൽ വാർഫെയർ അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഒരു വശത്ത് ഇറാൻ തങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാണെന്ന് ഉറപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. താഡ് പോലുള്ള സംവിധാനങ്ങൾ തകർക്കപ്പെടുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായി മാത്രമല്ല നയതന്ത്രപരമായും വലിയൊരു തിരിച്ചടി തന്നെയാണ്. മേഖലയിലെ പ്രബല ശക്തികളായിട്ടുള്ള ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ഈ നീക്കങ്ങൾ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇറാന്റെ മുന്നേറ്റം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ മുൻഗണനകളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നു. അത്യാധുനിക റഡാറുകളെയും അതുപോലെ തന്നെ ഇന്റർസെപ്റ്റർ മിസൈലുകളെയും എങ്ങനെയാണ് ഇറാന്റെ മിസൈലുകൾ മറികടക്കുന്നത് എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എങ്കിലും പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതിലൂടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഈ സൈനിക നീക്കങ്ങൾ വെറും വാശിയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടിയാണ്. വരും ദിവസങ്ങളിൽ US ഇതിനെ എങ്ങനെ മറുപടി നൽകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനവും സുരക്ഷയും. ആഗോള വിപണിയെയും അതുപോലെ എണ്ണ വിലയെയും വരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് ഈ സൈനിക നീക്കങ്ങൾ എന്നതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.